കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ നൽകുന്നതിനിടെ കുഞ്ഞ് മരിച്ച സംഭവമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. മരിച്ച കുഞ്ഞ് പ്രായം തികയാതെയാണ് ജനിച്ചതെന്ന വിശദീകരണവുമായി കാക്കൂരിലെ കോഓപ്പറേറ്റീവ് ക്ലിനിക്ക് അധികൃതർ രംഗത്തെത്തി. ഇക്കാര്യം കുടുംബാംഗങ്ങൾ മറച്ചുവെച്ചാണ് അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കിയത്. അനസ്തേഷ്യ നൽകിയ ഉടനെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും ക്ലിനിക്ക് അധികൃതർ പറയുന്നു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഇന്നലെ ഇവിടെ ഒരു കുട്ടി സർക്കം ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. പ്രീമച്ചർഡ് കുട്ടിയാണ്, 8 മാസത്തിലെല്ലാം പ്രസവിച്ചതെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവർ പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ അതിന് വേണ്ടിയുള്ള വാഷിംഗ് ഒക്കെ നടത്തി അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും, അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുട്ടി ബലം പിടിച്ചു എന്ന് പറയുന്നത്. പിന്നെ കരച്ചിലായി. അതുകൊണ്ട് സർക്കം ചെയ്യാതെ പീഡിയാട്രീഷ്യനിലെ എയർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്താണ്. അനസ്തേഷ്യൻ ചെറിയ ഡോസ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത്. അതെ, കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ ടെക്നിക്കൽ സൈഡ് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് കുട്ടി വീക്കായിരുന്നു. കാരണം എന്താണെന്ന് ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിയട്ടെ, നമുക്ക് സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് മാത്രമേ എപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഡോക്ടർ പറഞ്ഞ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത ഉടനെ പിന്നെ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സറൗണ്ടിൽ ചെയ്യുന്നതാണ്. അവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്താണ് ഇതുണ്ടായത്. അത് കുട്ടി പെട്ടെന്ന് വിവരങ്ങളുമായി കോഴിക്കോട് നിയമം അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഈ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ, അതോ ഈ ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നത് പോലെ ഈ കുടുംബാംഗങ്ങൾ കുഞ്ഞ് പ്രായം തികയാതെയാണ് ജനിച്ചതെന്ന കാര്യം മറച്ചു വെച്ചതാണോ പ്രശ്നങ്ങൾക്ക് കാരണമായത്? ടോം, ഇന്നലെ രാവിലെ 10 മണിക്കാണ് ഈ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്. കുട്ടിയെ ഈ സുന്നത്ത് കർമ്മം ചെയ്യുന്നതിനായി കോഴിക്കോട് കാക്കൂരിലുള്ള ഒരു കോഓപ്പറേറ്റീവ് ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ ഡോക്ടർ ഈ കുട്ടിക്ക് ഈ സുന്നത്ത് നടത്തുന്നതിന് തൊട്ട് മുമ്പായി ചെറിയ ഒരു ലോക്കൽ അനസ്തേഷ്യ നൽകേണ്ടതുണ്ട്. ഇത്തരത്തിലെ ലോക്കൽ അനസ്തേഷ്യ നൽകുന്നു. തുടർന്ന് കുട്ടി അസ്വസ്ഥനാവുന്നു. ആ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാകുന്നു. ഇതിനുശേഷം ആശുപത്രിയിൽ നിന്ന് തന്നെ ഓക്സിജൻ സഹായത്തോടു കൂടി ഒരു ആംബുലൻസിൽ കയറ്റി സമീപത്തുള്ള മറ്റൊരു കുറച്ചുകൂടി വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്ന ശേഷവും കുട്ടിയുടെ അസ്വസ്ഥതകൾ മാറുന്നില്ല. മറ്റ് മരുന്നുകളോടൊന്നും കാര്യമായി പ്രതികരിക്കാത്ത അവസ്ഥയിൽ കുട്ടി കുറച്ച് പാല് കുടിക്കുന്നു. പക്ഷേ അതിനുശേഷം ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഡോക്ടർ പുറത്തിട്ട് തട്ടി ആ ശ്വാസം നേരെയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ വരികയും പെട്ടെന്ന് കുട്ടി മരിക്കുകയുമാണ് ചെയ്തത്. ആ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാരണം ആ കുട്ടിയെ തീരെ ആരോഗ്യനില വഷളായ രീതിയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. നേരത്തെ കൊണ്ടുപോയ ക്ലിനിക്കിൽ വെച്ച് ലോക്കൽ അനസ്തേഷ്യ നൽകിയിരുന്നുവെന്ന് കുടുംബം ഈ രണ്ടാമത്തെ ആശുപത്രിയിൽ ചെന്നപ്പം പറയുകയും ചെയ്തു. എന്തായാലും അവരുടെ ഭാഗം സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിരിക്കും പോലീസിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യും. പോലീസ് ഇന്നലെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയ ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. രാവിലെ എന്നാൽ നമ്മൾ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിലില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആശുപത്രിക്കെതിരെ തൽക്കാലം ഞങ്ങൾക്ക് പരാതിയില്ല. മറിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അനസ്തേഷ്യ നൽകിയതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പ്രതികരിക്കാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് നമ്മൾ ഈ കുട്ടിക്ക് ഈ അനസ്തേഷ്യ നൽകിയ കാക്കൂരിലെ ക്ലിനിക്കിൽ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് ഇവർ പറയുന്നത് മാസം തികയാതെ പ്രസവിച്ച ഒരു കുട്ടിയാണ് എന്നുള്ള കാര്യം ഈ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ എത്തിച്ച ഈ കുട്ടിയുടെ ബന്ധുക്കൾ മറച്ചു വെച്ചാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് പോകാൻ തുടങ്ങിയത്. സാധാരണഗതിയിൽ മാസം തികയാതെ പിറക്കുന്ന കുട്ടികളാകുമ്പോൾ ജനനത്തിലെ തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പുറത്തുള്ള ലോകത്തോട് ഒന്ന് ഇടപഴകാൻ അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യപരമായി ഇടപഴകാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ല. അത് മറച്ചു വെച്ചാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ഈ സുന്നത്ത് നടത്താൻ അവിടെ എത്തിച്ചത്. ഇതേ തുടർന്നാണ് കുട്ടി സാധാരണഗതിയിൽ മാസം തികഞ്ഞ് പ്രസവിച്ച് ഏതാണ്ട് 2 മാസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് ആരോഗ്യവാനാവും. അങ്ങനെയാണ് എന്ന് കരുതിയാണ് ഈ കർമ്മം ചെയ്തത് അല്ലെങ്കിൽ ഈ അനസ്തേഷ്യ നൽകിയത്. പക്ഷേ അനസ്തേഷ്യയുടെ ചെറിയ ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കുട്ടി അസ്വസ്ഥനായത് കണ്ട് ആ നടപടിക്രമങ്ങൾ നിർത്തിവെക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഈ കുട്ടികളുടെ വിഭാഗത്തിലെ ഡോക്ടർമാർ ഉള്ളയിടത്തേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് എന്തായാലും
ആശുപത്രി നൽകുന്ന വിശദീകരണം ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഇരു പക്ഷത്തിനു നേരെയും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും വെറും 2 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ, അതും മാസം തികയാതെ പ്രസവിച്ച് ഈ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാനിടയുള്ള കുട്ടിയെ ഇത്ര പെട്ടെന്ന് എന്തിന് തിടുക്കപ്പെട്ട് ഇത്തരം ഒരു കൃത്യത്തിന് വിധേയമാക്കി എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഒപ്പം ഇത്രയും ചെറിയ കുട്ടികളെ എന്തിനാണ് ഈ രക്ഷകർത്താക്കൾ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോഴും തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ ഈ അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ 2 കാര്യങ്ങൾക്കും കൃത്യമായ ഒരു ഉത്തരം പറയാൻ ആശുപത്രിക്കും ബന്ധുക്കൾക്കും കഴിയുന്നില്ല. ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായുള്ള മതപരമായ കാര്യമായി വിലയിരുത്തുന്നു. അതുകൊണ്ട് ആളുകൾ അങ്ങനെ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ ചിലപ്പോൾ 10-15 ദിവസം പ്രായമുള്ള, അതായത് അനീഷ്, ഇവിടെ ഒരു ചികിത്സാ വീഴ്ച, ഒരു പിഴവ് ആശുപത്രിയുടെ ഭാഗത്ത് ഉണ്ടായില്ലെന്നാണ് അവർ വിശദീകരിക്കുന്നത്. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു മതപരമായിട്ടുള്ളൊരു വിശ്വാസപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഈ കേസിനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ഈ മാതാപിതാക്കളുടെ, ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അവർ കാര്യങ്ങൾ ഈ കുട്ടിയും മാസം തികയാതെ പ്രസവിച്ചതാണെന്ന കാര്യം അവർ തുറന്നു പറഞ്ഞില്ല. മാത്രമല്ല, മറുവശത്ത് ഈ 2 ആഴ്ച മാത്രം, അല്ലെങ്കിൽ ഏകദേശം ഈ ആഴ്ചകൾ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ ഇതുപോലെ സുന്നത്ത് കർമ്മം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതാണ്. എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് പോലീസ് തുറന്നു പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇതിൽ എങ്ങനെ ആണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്? പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ കുട്ടിയോടൊപ്പം ആശുപത്രിയിൽ പോയ, അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ആ ക്ലിനിക്കിൽ പോയി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ആശുപത്രിയിൽ സംഭവിച്ചതെന്ന് ഇരുവിഭാഗവും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിനകം മൊഴിയായി നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് തീർച്ചയായും ഉറ്റുനോക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി തന്നെയാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. കാരണം ഈ അനസ്തേഷ്യ നൽകിയപ്പോൾ ഉണ്ടായ പിഴവാണോ, അതോ കുട്ടിക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ശാരീരികമായ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ, അത് ഈ അനസ്തേഷ്യ നൽകിയപ്പോൾ വഷളായതാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശോധന പോലീസ് നടത്തും. അതിനുശേഷമാവും ഇതിൽ എന്ത് നടപടിയിലേക്ക് നീങ്ങണമെന്ന കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുക. എന്തായാലും ആശുപത്രി അധികൃതർ ബന്ധുക്കളെ പഴിക്കുന്നു. പക്ഷേ ബന്ധുക്കൾ ഈ ഘട്ടത്തിൽ ആശുപത്രിയെ തള്ളിപ്പറയാൻ തയ്യാറല്ല എങ്കിൽ പോലും ഒരുപക്ഷെ വരും മണിക്കൂറുകളിലൊക്കെ കുടുംബവും ആശുപത്രിക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇത്ര ചെറിയ കുട്ടിയെ, അതായത് 2 മാസം മാത്രം പ്രായമുള്ള, മാസം തികയാതെ 8-ാം മാസത്തിൽ പ്രസവിച്ച ഈ നേരത്തെ എത്തുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ഒരു ബലഹീനത ഈ കുട്ടിക്കുണ്ടാവും. സാധാരണഗതിയിൽ 5-6 മാസങ്ങൾ കൊണ്ടൊക്കെയാണ് ആ കുട്ടി ഒരു സാധാരണ കുട്ടിയുടെ ശാരീരിക അവസ്ഥയിലേക്ക് എത്താൻ കഴിയുക. ഒരു ആരോഗ്യത്തിൻ്റെ ഒരു സ്ഥിരത ഉണ്ടാവണമെങ്കിൽ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞാലാണ്. അത്തരത്തിൽ അവശതകൾ നേരിടുന്ന, അല്ലെങ്കിൽ ശാരീരികമായ ഒരു സ്ഥിരത ഇല്ലാത്ത കുട്ടി എന്തിനകത്ത് തിടുക്കപ്പെട്ട് ഇത്തരമൊരു പ്രവർത്തനത്തിന് വിധേയമാക്കി, അല്ലെങ്കിൽ ഇത്തരമൊരു പ്രക്രിയയ്ക്ക് വിധേയമാക്കി എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമാവും പോലീസിന് ഇതിൻ്റെ അനന്തര നടപടികളിലേക്ക് നീങ്ങുക. എന്താണ് കുട്ടിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തത വരിക അപ്പോൾ തന്നെയായിരിക്കും. ടോം. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.